എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 4 വർഷവും കോടതിയിൽ പോകാൻ മെനക്കെടാതെയാണ് സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ സമരത്തിന് ഇറങ്ങുന്നത് എന്നും വിമർശനമുണ്ട്. സർക്കാർ തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രതികരിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓർഡറുകൾ പോലും മറന്നാണ് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നതെന്നും വിമർശനമുണ്ട്. യഥാർത്ഥത്തിൽ 2021 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഭിന്നശേഷിക്കാരുടെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം കേസ് വന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേസ് വന്നു. ഈ 2 കേസുകളിലും അവരുടെ ഭാഗം വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കുറ്റം ഗവൺമെൻറ് മേൽ പഴിയാറുന്നത് ഒട്ടും ശരിയല്ല. ഈ സമരം അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ്. തെറ്റിദ്ധാരണകൾ അവർ പരത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒന്നാമതായിട്ട് ഭിന്നശേഷി നിയമനത്തിന് ഞങ്ങൾ എതിരാണ്. ഒരിക്കലുമല്ല. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവ സഭകളാണ്. അതുപോലെ ഭിന്നശേഷിക്കാരുടെ നിയമനങ്ങൾക്ക് തടസ്സം നൽകുന്നു. ഒരിക്കലുമല്ല. അവർക്ക് വേണ്ടിയുള്ള അവർ പറഞ്ഞ അത്രയും സീറ്റുകൾ, അത്രയും വേക്കൻസികൾ ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമനങ്ങൾ നടത്തേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് ഇപ്പോഴും ആവശ്യത്തിന് ആളെ കിട്ടിയിട്ടില്ല.